സാർ ആർട്ടിക്കിൾ 41 അനുസരിച്ചിട്ട് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനം സർക്കാർ നടത്തണമെന്നൊരു ഡയറക്ഷനുണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. അതനുസരിച്ചാണ് സർക്കാരിന്റെ സാമ്പത്തിക ശേഷിയുടെ അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ടത്. അത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറയുമ്പോൾ നിർബന്ധമായി കൊടുക്കേണ്ട ഒരു പെൻഷൻ അല്ല. പക്ഷേ പറഞ്ഞ് പ്രസംഗിക്കല്ല, കൃത്യമായി കൊടുക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. സാർ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ ജീവനക്കാർക്ക് വേണ്ടി ഇപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടല്ലോ, ഇന്നലെ വലിയ മാർച്ച് ഉണ്ടായിരുന്നല്ലോ. സാർ ആരാണ് സാർ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇന്ത്യയിൽ നിർത്തലാക്കിയത്? മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന നേതാവിനെ നിങ്ങൾ ഓർക്കുമല്ലോ. ആ ഗവൺമെന്റ് കാലത്താണല്ലോ ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിർത്തിയത്. കേരളത്തിൽ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണല്ലോ ഇവിടുത്തെ ജീവനക്കാരെല്ലാം കൂടി രംഗത്തേക്ക് വരേണ്ടി വന്നത്. ഇന്ത്യയിലാകെ PSC വഴി അപ്പോയിന്റ് ചെയ്യുന്നതിനകത്ത് 60% കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള കണക്കുകൾ കാണിക്കല്ലേ. നിങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനും എല്ലാ പെൻഷനും നിർത്തിയ ആളുകൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനെ പറ്റി ഇവിടെ ഇങ്ങനെ വലിയ വാചാലമായി പറയുകയാണ്. സാർ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ പെൻഷൻ കൊടുക്കും, കോടതി പറഞ്ഞു ഇത് കോടതി പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധമായി കൊടുക്കുക എന്ന് പറയുന്നതല്ല, ഞങ്ങൾ ഗവൺമെന്റ് തീരുമാനിച്ച് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങ് പറഞ്ഞല്ലോ സാർ. സാർ ഇവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ പാലിക്കാൻ തന്നെയാണ്, വാഗ്ദാനങ്ങൾ പാലിക്കാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞത്. ഇവിടെ അങ്ങ് പറഞ്ഞല്ലോ 2 രൂപയുടെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. ഞങ്ങളെന്ന് പറഞ്ഞെന്താ, സാമൂഹ്യ സുരക്ഷ സീഡ് ഫണ്ട് ബഡ്ജറ്റിലെ 23-24 ബഡ്ജറ്റിൽ 561-ാമത്തെ പാരഗ്രാഫ് ഞങ്ങൾ പറഞ്ഞു ഏകദേശം 11,000 കോടി രൂപ വരും ഇപ്പോഴത്തെ ബാധ്യത ഇങ്ങനെ പോയാൽ. അതുകൊണ്ട് ഈ കടമ തുടർന്ന് നിർവഹിക്കുന്നതിനായി സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ട് മുഖേന കുറച്ച് അധിക വിഭവ സമാഹരണം നടത്താൻ ഉദ്ദേശിക്കുന്നു. സാർ അന്ന് പറഞ്ഞ 1000 കോടി രൂപയ്ക്ക് അടുത്താണ് അത് വരിക. 1000 കോടി എന്ന് പറഞ്ഞാൽ ഏകദേശം ചെലവ് വരുമ്പോൾ ഒരു മാസത്തെ ചെലവിന് അധികം വരില്ല. അന്ന് എന്തോ ഒരു പുകിലായിരുന്നു കേരളത്തിൽ. ആ പണം കിട്ടിയത് ചോദ്യമുണ്ട്, അതിന് മറുപടി ഉണ്ട്. എത്ര ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്? 1,200 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് വന്നിട്ട് അതിൽ നിന്ന് കൊടുക്കുകയാണ്. അതുകൊണ്ട് കൊടുത്തോണ്ടിരിക്കുക. സർ, ഈ സഭയിൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കിയല്ലെന്ന്. പെട്രോളിനും ഡീസലിനും 3.5 രൂപയും കർണാടക മിനിഞ്ഞാന്ന് കൂട്ടിയിട്ടുണ്ട്. കേരളത്തിലെ ഒരു കാര്യമായ ഒരു പത്രത്തിൽ അവരിങ്ങനെ കാര്യമായിട്ട് വരുന്നുണ്ട്. 3.5 രൂപ സെസ്, 3.5 രൂപയും ഞാൻ കൂട്ടിയ കാര്യം പറയുന്നുള്ളൂ. കർണാടക എന്ന് പറയുമ്പോൾ ചാടുന്ന എന്തിനാ? ചാടി തുള്ളേണ്ട കാര്യമില്ല. കർണാടകത്തിലെ കാര്യം പറയുമ്പോൾ ചാടി തുള്ളേണ്ട കാര്യമില്ല. എത്ര ആയിക്കോട്ടെ, 3.5 രൂപയും കർണാടകത്തിൽ കൂട്ടിയല്ലേ മിനിഞ്ഞാന്ന്. കേരളത്തിലെ മലയാള മനോരമ അടക്കമുള്ള പ്രമുഖ പത്രങ്ങളിലൊന്നും അതിന്റെ വാർത്ത മാറുകയോ എന്തും വേണ്ടി കാര്യങ്ങളെന്ന് പറഞ്ഞത് കണ്ടില്ലല്ലോ. അപ്പൊ നിങ്ങള്